ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 12th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സ്കേഴ്സിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. സ്കേഴ്സിറ്റി എന്താണ്? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസ് ഒക്കെ എന്താ ഭയങ്കര ലിമിറ്റഡ് ആണല്ലേ. പക്ഷേ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താ? അൺലിമിറ്റഡ് ആണല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ എന്താ നമുക്ക് എണ്ണാൻ പറ്റുമില്ല, അൺലിമിറ്റഡ് ആണല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു സ്കേഴ്സിറ്റി ക്രിയേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തൊക്കെയായിരിക്കും നമ്മുടെ ആവശ്യം? 100 രൂപ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് എന്താ ഒരു 10,000 രൂപേൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ. നമുക്ക് എന്താ ചിലപ്പോൾ ഐസ്ക്രീം വേണ്ടി വരും, ബുക്സ് വേണ്ടി വരും, ഷൂസ് വേണ്ടി വരും, മൊബൈൽ ഫോൺ വേണ്ടി വരും, അങ്ങനെ എല്ലാം ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ടാവും അല്ലേ. പക്ഷെ നമുക്കിതെല്ലാം കൂടി വാങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? മണി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് സ്കേഴ്സിറ്റി. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സ്കേഴ്സിറ്റി എന്ന് പറയാം. സ്കേഴ്സിറ്റിയിൽ എന്താ? റിസോഴ്സസ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താ? അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്? വൈ ഡസ് സ്കേഴ്സിറ്റി അറൈസ്? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ: ഒന്നാമത്തെ, ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സെക്കൻഡ് വൺ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. തേർഡ് വൺ, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. എന്തായിരിക്കും ഈ ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയുന്നത്? അതായത് വൺ റിസോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെനി പർപ്പസസ്. നമ്മൾ ഒരു റിസോഴ്സസ് തന്നെ ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാൻഡിൻ്റെ കേസ് നമുക്ക് നോക്കാം. ലാൻഡ് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലേ. കൃഷി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, നമുക്കൊരു വീട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റഡ് ആണ്. ചോയ്സ് ബിക്കം നെസസറി. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചോയ്സ് എന്താണെന്നാണ് കേട്ടോ. ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ടിങ് വൺ തിങ് ആൻഡ് ഗിവിങ് അപ്പ് അനദർ. നമ്മളിപ്പോൾ ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് 2 ചോയ്സ് ഉണ്ട്, അതിൽ നമ്മൾ ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് നഷ്ടപ്പെടും അല്ലേ. അതിനാണ് നമ്മൾ ചോയ്സ് എന്ന് പറയുക കേട്ടോ. ബിക്കോസ് ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് റിസോഴ്സസ് എന്താ? സ്കേഴ്സ് ആണ്. എവരി ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി മസ്റ്റ് ചൂസ്. ഇൻഡിവിജ്വൽസ് ആണെങ്കിലും സൊസൈറ്റി ഒക്കെ എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാം, ഒന്നുകിൽ പഠിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്ലേ ഗെയിംസ്. ആ സ്റ്റുഡൻറ്റിന് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലിക്കാണെങ്കിൽ ഒന്നുകിൽ ഒരു TV വാങ്ങാം അല്ലെങ്കിൽ എന്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങാം. പക്ഷെ അവരൊന്ന് ചൂസ് ചെയ്താൽ അവർക്ക് എന്ത് സംഭവിക്കും? മറ്റത് നഷ്ടപ്പെടും അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ചോയ്സ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സാക്രിഫൈസ്ഡ്. അപ്പോൾ അതായത് വാട്ട് വി ഗിവ് അപ്പ് ടു ഗെറ്റ് സംതിങ്. നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ മറ്റൊന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലൊരു 200 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഒരു ഷൂവും അതേപോലെ ഒരു ബാഗ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഷൂ വാങ്ങുകയാണ്. പക്ഷെ നമുക്ക് ഷൂ വാങ്ങുന്ന ടൈമിൽ എന്താ? നമുക്ക് ആ ബാഗ് നഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ബാഗാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മറ്റൊന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുക. അതിനാണ് നമ്മൾ മറ്റൊന്ന് എന്താ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരിക. അതിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമിയാണ്. നമുക്ക് മെയിനായിട്ട് 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമിയാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാട്ട് ടു പ്രൊഡ്യൂസ് ആണ്. സെക്കൻഡ് വൺ ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ് വൺ ഫോർ ഹും ടു പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വാട്ട് ടു പ്രൊഡ്യൂസ് ആണ്. വിച്ച് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താ? എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റുള്ളൂ? അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കണം എന്നല്ല ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം മാത്രമല്ല നമുക്കത് എത്ര അളവിലുണ്ടാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു രാജ്യത്ത് ഏത് ഗുഡ്സാണ് നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്?
ആ രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് ആ ഗുഡ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. സോ സൊസൈറ്റി കാനോട്ട് പ്രൊഡ്യൂസ് എവറിത്തിങ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് സൊസൈറ്റിക്ക് എന്താ എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുമല്ല അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലും പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷുഡ് ആൻ എക്കണോമി പ്രൊഡ്യൂസ് ഫുഡ് ഓർ ലക്ഷറി കാർസ്? ഒരു രാജ്യത്തിന് എന്താ വേണമെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലക്ഷറി കാർസ് പ്രൊഡ്യൂസ് ചെയ്യാം. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്തായിരിക്കും? ലക്ഷറി കാറായിരിക്കുമോ ഫുഡായിരിക്കില്ലേ? അപ്പോൾ എന്താ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. അതേപോലെ ഒരു ഫാർമർക്ക് എന്താ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യാം. സൊസൈറ്റി മസ്റ്റ് ഡിസൈഡ് വിച്ച് ഗുഡ്സ് ആർ മോർ നെസസറി, വിച്ച് ഗുഡ്സ് പീപ്പിൾ നീഡ് മോർ. ആളുകൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അതായിരിക്കണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നായിരിക്കും അല്ലേ തീരുമാനിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്, 2 പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡും സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡാണ്. അപ്പോൾ എന്താണ് ഈ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിമിന് തന്നെയുണ്ട്. നമ്മൾ കൂടുതൽ ലേബേഴ്സിനെ യൂസ് ചെയ്ത് കുറച്ച് ക്യാപിറ്റലും യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയാം. ലേബർ ഇൻറ്റൻസീവ് മെത്തേഡിൽ കൂടുതൽ ലേബേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂം, വേവിങ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഒരു ടീ പ്ലാന്റേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ കൂടുതലും ലേബേഴ്സ് ആയിരിക്കും അല്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലേബേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേബർ റിച്ച് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യയിൽ പോലത്തെ കൺട്രീസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. രണ്ടാമത്തെ നമ്മുടെ മെത്തേഡാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്. മോർ മെഷീൻസ് ആർ യൂസ്ഡ്. അപ്പോൾ എന്താ അവിടെ ലേബേഴ്സ് കുറച്ചായിരിക്കും, കൂടുതൽ ക്യാപിറ്റൽ. ഈ മെഷീൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്യാപിറ്റൽ വേണം അല്ലേ. ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്നൊക്കെ പറയും. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെഷീൻസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡിൽ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബേഴ്സും മാത്രം യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മോഡേൺ ഫാക്ടറീസ് യൂസിങ് റോബോട്ട്സിനൊക്കെ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ഫാക്ടറീസൊക്കെ എക്സാമ്പിളാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ മെഷീൻസ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഒന്നുകൂടി ഫാസ്റ്റ് ആയിരിക്കും, ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. എക്സാമ്പിൾ എ ഫാർമർ ക്യാൻ യൂസ് ലേബേഴ്സ് ഓർ യൂസ് ട്രാക്ടേഴ്സ് ആൻഡ് മെഷീൻസ്. ഒരു ഫാർമറിന് വേണമെങ്കിൽ ലേബേഴ്സിനെ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാക്ടർ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക. സൊസൈറ്റി മസ്റ്റ് ഡിസൈഡ് ദ ബെസ്റ്റ് മെത്തേഡ്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അതായിരിക്കും സൊസൈറ്റി എപ്പോഴും ചൂസ് ചെയ്യുക. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസിൽ നമുക്ക് 2 മെത്തേഡ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് ലേബർ ഇൻറ്റൻസീവും രണ്ടാമത്തെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡുമാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഹൂ വിൽ ഗെറ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളൊക്കെ ആർക്കാണ് കിട്ടുന്നത്? അതായത് നമ്മുടെ രാജ്യത്തിലെ ഈ സാധനങ്ങളും സേവനങ്ങളൊക്കെ ആർക്കാണോ ആവശ്യം അവർക്കാണ് അല്ലേ കിട്ടുക, ജനങ്ങൾക്കായിരിക്കും അല്ലേ കിട്ടുക. ഹൗ ഷുഡ് ഗുഡ്സ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ. എങ്ങനെയായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ്, വൈ ഡസ് ദിസ് പ്രോബ്ലംസ് അറൈസ്, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്? അതിന് മെയിനായിട്ട് 3 റീസൺസ് ആണ്. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഇൻകംസ്. ആളുകൾക്ക് ഡിഫറെൻറ്റ് ഇൻകംസ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലത്തെ ഇൻകം ആണോ? അല്ല അല്ലേ. ഡിഫറെൻറ്റ് ജോബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻകം ആയിരിക്കും എല്ലാവർക്കും വരിക. റിച്ച് പീപ്പിൾ ക്യാൻ ബൈ മോർ ഗുഡ്സ്. റിച്ച് ആയവർ കൂടുതൽ ഗുഡ്സ് സർവീസൊക്കെ എന്ത് ചെയ്യും, ബൈ ചെയ്യും അല്ലേ. പുവർ പീപ്പിൾ മേ ബൈ ഓൺലി ബേസിക് നെസസിറ്റീസ്. പാവപ്പെട്ട ആളുകൾ അവരുടെ ബേസിക് ആവശ്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മേടിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അല്ലേ. ഫുഡ്, ക്ലോത്തിങ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അവർ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പം ഇതാണ് പ്രോബ്ലംസ് അറേഞ്ച് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് 3 എണ്ണമാണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അതായത് ഷെയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് എമംഗ് പീപ്പിൾ. നമ്മൾ ആളുകൾക്ക് എന്താ ഗുഡ്സും സർവീസൊക്കെ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാം. ഡിസ്ട്രിബ്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഇൻകം ആണ്, സെക്കൻഡ് വൺ വെൽത്ത്, തേർഡ് വൺ പർച്ചേസിങ് പവർ ആണ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻകം എന്ന് പറയുന്നത് എന്താ? ഇൻകം ഇസ് ദ മണി ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഫാമിലി ത്രൂ സാലറി, വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. നമ്മളെന്താ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ഇൻകം ഏൺ ചെയ്യുന്ന എങ്ങനെ? അവർക്ക് സാലറി ആയി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ വേജ് ആയി കിട്ടുന്നതാകാം, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് ലഭിക്കുന്ന ആ ഒരു പണത്തിനാണ് നമ്മൾ എന്ത് പറയുക ഇൻകം എന്ന് പറയുക അല്ലേ. പീപ്പിൾ വിത്ത് ഹയർ ഇൻകം ക്യാൻ ബൈ മോർ ഗുഡ്സ് ആൻഡ് സർവീസ്. കൂടുതൽ സാലറി, കൂടുതൽ ഇൻകം ഉള്ളവർ എന്ത് ചെയ്യും? കൂടുതൽ ഗുഡ്സും സർവീസൊക്കെ പർച്ചേസ് ചെയ്യും. എന്നാൽ ഇൻകം കുറവുള്ളവർ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറച്ച് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഇൻ സൊസൈറ്റി ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ഇൻകം ലെവൽ. നമ്മുടെ ഇൻകം ലെവൽ എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ റിച്ച് പേഴ്സൺ ക്യാൻ ബൈ എ കാർ, AC ആൻഡ് ആൻ എക്സ്പെൻസീവ് ഫോൺ. പുവർ പേഴ്സൺ ആണെങ്കിൽ മേ ബൈ ഓൺലി ബേസിക് നെസസിറ്റീസ് ലൈക്ക് ഫുഡ്, ക്ലോത്ത്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ഫാക്ടർ വെൽത്ത് ആണ്. വെൽത്ത് മീൻസ് ദി ടോട്ടൽ അസറ്റ്സ് ഓൺഡ് ബൈ എ പേഴ്സൺ. ഒരു ആൾക്ക് എന്താ അയാൾക്കുള്ള ആ ഒരു പ്രോപ്പർട്ടീസ്, അയാൾക്ക് സ്വന്തമായിട്ടുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക വെൽത്ത് എന്ന് പറയുക അല്ലേ. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? ലാൻഡ്, അയാളുടെ പേരിലുള്ള ലാൻഡ്, ബിൽഡിങ്, അയാൾക്കുള്ള ഗോൾഡ്, വെഹിക്കിൾസ്, വണ്ടികൾ, സേവിങ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വെൽത്ത് എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് മോർ വെൽത്ത് യൂഷ്വലി റിസീവ് മോർ ഇൻകം. ഒരുപാട് വെൽത്ത് ഉള്ളവർക്ക് എന്താ ഒരുപാട് ഇൻകവും കിട്ടും അല്ലേ. അപ്പോൾ അവർക്ക് എന്താ ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ, എ പേഴ്സൺ ഓണിങ് മെനി ഹൗസസ് ക്യാൻ ഏൺ റെൻറ്റ് ആൻഡ് ബൈ ലക്ഷറി ഗുഡ്സ്. ഇപ്പോൾ ഒരുപാട് വെൽത്ത് ഉള്ള ഒരാൾക്ക് എന്താ അയാൾക്ക് ഒരുപാട് ഹൗസസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താ അയാൾക്ക് റെൻറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻകമായി. അപ്പോൾ എന്താ അത് വെച്ച് അയാൾക്ക് ഒരുപാട് ലക്ഷറി ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ തേർഡ് ഫാക്ടറാണ് പർച്ചേസിങ് പവർ. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ഓഫ് മണി ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഗുഡ്സും സർവീസൊക്കെ മേടിക്കുന്നതിനുള്ള നമ്മുടെ എബിലിറ്റി, അതിനാണ് നമ്മൾ എന്ത് പറയുക നമ്മുടെ ആ ഒരു കഴിവിനെയാണ്, ഗുഡ്സും സർവീസൊക്കെ മേടിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക പർച്ചേസിങ് പവർ എന്ന് പറയാം. അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഇൻകം, ഒന്ന് പ്രൈസസ് ഓഫ് ഗുഡ്സുമാണ്. അപ്പോൾ പീപ്പിൾ ഹാവ് മണി, റൈസിങ് പ്രൈസസ് റെഡ്യൂസ് ദെയർ പർച്ചേസിങ് പവർ. ആളുകളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ വില കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആളുകളുടെ പർച്ചേസിങ് പവർ കുറയും. വില കൂടുന്ന സമയത്ത് എന്താ അധികം ആരും സാധനങ്ങളൊന്നും വാങ്ങില്ല. ഇഫ് പ്രൈസ് ഓഫ് എക്സാമ്പിൾസ് ആണ്, ഇഫ് പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസസ് പീപ്പിൾ ക്യാൻ ബൈ ലെസ് റൈസ്. ഇപ്പോൾ അരിൻ്റെ വില കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അരി വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറയ്ക്കൂലേ, കുറച്ച് മാത്രമേ വാങ്ങുള്ളൂ. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ പർച്ചേസിങ് പവർ ഡിക്രീസസ്. ഇൻഫ്ലേഷൻ ടൈമിൽ എന്താ പ്രൈസ് കൂടുന്നതിനാണല്ലോ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും? ആ ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇൻകം, സെക്കൻഡ് വൺ വെൽത്ത്, തേർഡ് വൺ പർച്ചേസിങ് പവർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് സ്കേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചോയ്സ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി പറഞ്ഞു, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസിൽ 2 മെത്തേഡ്സ് പറഞ്ഞു, ലേബർ ഇൻറ്റൻസീവ് മെത്തേഡും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡും, പിന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഇൻകം, വെൽത്ത്, പർച്ചേസിങ് പവർ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസ് ആയിട്ട് ഇടുക. അപ്പം കൂടുതൽ കണ്ടൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.